ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെണ്ടയ്ക്ക കറി റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. നല്ല എരിവും പുളിവും മധുരമൊക്കെയുള്ള നല്ലൊരു നാടൻ കറിയാണ് വെണ്ടയ്ക്ക പുളിങ്കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വെണ്ടയ്ക്ക പുളിങ്കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ലേ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഓയിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത് ഓവറായിട്ട് കൂടുതൽ സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട, ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. എന്നിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സവാളയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും 2 മീഡിയം സൈസിലുള്ള സവാളയുമാണ് ചേർക്കുന്നത്. അപ്പോൾ വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്താലും മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഇതുപോലെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്താൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതിയാവും. തക്കാളി ഇതേ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കിയിട്ടൊക്കെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഇതേ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കുകയൊന്നും വേണ്ട. നമുക്കിങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അതിൻ്റെ ഇടയിൽ 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കായം പൊടിച്ചത് ചേർക്കാം. കായം പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിലും ഒരു 1/4 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വെല്ലം ചേർക്കുന്നുണ്ട്. ഇതൊരു എരിവും പുളിയൊക്കെയുള്ള കറിയാണല്ലോ, അപ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം, പക്ഷേ വെല്ലം തന്നെയാണ് കൂടുതൽ നല്ലത്. ചെറിയ പീസ് മതി, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് കറി ഇവിടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. കറി വീണ്ടും ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക കറി, വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്